ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ അടിസ്ഥാന പാഠാവലിയാണ്. അടിസ്ഥാന പാഠാവലിയിലെ 3ാമത്തെ യൂണിറ്റ് കനൽ വഴിയിൽ കരുത്തോടെ എന്നുള്ള 3ാമത്തെ യൂണിറ്റ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മളൊരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തു അല്ലേ. അപ്പോൾ ആ പാഠത്തിന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ ഇത്. അതായത് നമ്മൾ 1ാമത്തെ പാഠം ഒന്നല്ലൊരു കൂടി മാവേലിമാർ എന്നുള്ള കവിതയുടെ ആശയത്തിന്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ പാഠത്തിന്റെ ചോദ്യോത്തരങ്ങളുടെ ക്ലാസ് ആണ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ ക്ലാസ് ആണ്. അപ്പോൾ ആശയം, അതായത് കവിത വായിക്കുന്നതും കവിതയിൽ എന്താണ് പറയുന്നത്, അതിന്റെ ആശയം എന്താണ്, ഉള്ളടക്കം എന്താണെന്നൊക്കെ നമ്മൾ ആ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടതിന് ശേഷം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ചാപ്റ്റർ മനസ്സിലാവും. അപ്പോൾ ആ ക്ലാസ്സിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആശയത്തിന്റെ ക്ലാസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം. 1ാമത്തെ ചോദ്യം, കവിത ചൊല്ലാം. കവിത ആദ്യം മൗനമായി വായിക്കൂ, തുടർന്ന് ഗ്രൂപ്പുകളായി ഈണത്തിൽ ഒന്നിച്ചു ചൊല്ലൂ. എല്ലാം ഒഴുക്കിക്കൊണ്ടു പോകുന്ന പെരും പ്രളയകാലത്തിന്റെ സൂചനകൾ കവിതയിലുണ്ട്. വരികൾ കണ്ടെത്തി ചൊല്ലൂ. ഏതൊക്കെയാ? വട്ടത്തിൽ കൈകോർത്ത് പാടിക്കളിക്കുന്ന മുറ്റം കരിമ്പുഴ കാർന്നു തിന്നു. 2ാമത്തെ, ഉത്രട രാവിലെ പാൽനിലാവേ ഒക്കെ നിനക്ക് അറിവുള്ളതല്ലേ. മക്കളെക്കാളും പ്രിയമാർന്ന പൂവാലി ചത്തുമലച്ചു കുരുതിയാറ്റിൽ. ഈ പരുവത്തിൽ ചിരിക്കാൻ മേല ഒക്കെ പൊറുക്കണ കാക്കപ്പൂവേ, തിരുവോണം മറക്കാത്ത തുമ്പപ്പൂവേ. അടുത്തത് 2ാമത്തെ ചോദ്യം, കവിതയുടെ ഉള്ളറിയാം. ഈ പരുവത്തിൽ ചിരിക്കാൻ മേല ഒക്കെ പൊറുക്കണേ കാക്കപ്പൂവേ, തിരുവോണം മറക്കാത്ത തുമ്പപ്പൂവേ. പൂക്കളെ കണ്ടിട്ടും നമുക്ക് ചിരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാവും? നിങ്ങളുടെ കണ്ടെത്തലുകൾ എഴുതൂ. അതായത് പൂക്കളെ കണ്ടിട്ടും എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു അല്ലേ. അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ്? അത്രമേൽ തീവ്രമായ തീരാനഷ്ടങ്ങളെ അതിജീവിച്ചു നിൽക്കുന്ന മലയാളികളുടെ വേദനകളെയാണ് ഈ കവിതയിൽ പങ്കുവെക്കുന്നത്. തങ്ങളുടെ മക്കൾക്ക് തുല്യവും മക്കളോളവും സ്നേഹിച്ച വളർത്തുമൃഗങ്ങളും എന്നാണ് കേട്ടോ. ഇവിടെ ചന്ദ്രക്കലിന്റെ ആവശ്യമില്ല. സ്നേഹിച്ച വളർത്തുമൃഗങ്ങളും പ്രിയപ്പെട്ട മനുഷ്യരും ജീവിച്ചു കൊതി തീരാത്ത വീടും എല്ലാം നഷ്ടമായ വേദനയിൽ പൂക്കളെപ്പോലും നോക്കി ചിരിക്കാൻ കഴിവില്ലാതെയാവുകയാണ്. ആര്? അതിജീവിച്ച മനുഷ്യർ അല്ലേ. അടുത്ത ചോദ്യം ഒരു കൊളാഷ് ആണ്. എന്താണ് കൊളാഷിൽ പറയുന്നത് നോക്കൂ. ദുരന്തങ്ങളിലും അപകടങ്ങളിലും ദുരിതബാധിതരെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങുന്ന ആളുകളെ കുറിച്ച് പത്രങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും നമുക്കറിയാം അല്ലെ. അത്തരം വാർത്തകളും ചിത്രങ്ങളും ശേഖരിച്ച് ക്ലാസ്സിൽ വിശദീകരിക്കൂ. കൂടുതൽ ചിത്രങ്ങളും വാർത്തകളും ചേർത്ത് ഒരു കൊളാഷ് തയ്യാറാക്കൂ. അപ്പൊ ഇത്തരം ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ധാരാളമായിട്ട് നമ്മളെ ന്യൂസ് പേപ്പറുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇതുപോലെ മഴക്കാലത്ത് അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ദുരന്തങ്ങൾക്ക് ഉണ്ടാവുന്ന സമയത്ത് പേപ്പറുകൾ എടുത്ത് നോക്കി കാണാൻ സാധിക്കും. ആ ദുരിതബാധിതരെ സഹായിക്കുന്ന കുറെ ചിത്രങ്ങൾ കാണാൻ സാധിക്കും. അപ്പൊ അത്തരം പിക്ചേഴ്സ് കളക്ട് ചെയ്തിട്ട് അതെന്ത് ചെയ്യോ, ചേർത്തൊട്ടിച്ച് ഒരു കൊളാഷ് നിർമ്മിക്കാനാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ചെയ്ത് നോക്കുക. അടുത്തത് ഒരു വിശകലന കുറിപ്പാണ്. എന്നാലും ഞങ്ങൾ പിടിച്ചു നിൽക്കും, കൊന്നാലും വീണ്ടും മുളച്ചു പൂക്കും. നന്മത്തിരി കത്തിച്ചായിരം കൈകൾ ഒന്നിച്ചു നീളുന്ന ചേല് കണ്ടോ. 1000 മാവേലിമാർ ആണായും പെണ്ണായും കാവൽ നിൽക്കെ. ഓണത്തിനിക്കുറി നമ്മൾ പാടും കേരളം എന്നുള്ള സംഘഗാനം, മറ്റേ ജീവിതം എന്നൊരു ഈർപ്പുഗാനം. ഒന്നല്ലൊരു കൂടി മാവേലിമാർ എന്ന കവിത നൽകുന്ന സന്ദേശം എന്ത്? ഈ വരികൾ വിശകലനം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കൂ. ഇതുപോലെ ഒരു പ്രശ്നം അനുഭവപ്പെട്ടപ്പോൾ അതിനെതിരെ പോരാടിയ ഒരു പെൺകുട്ടിയെ പരിചയപ്പെടാം. അതായത് നെക്സ്റ്റ് ആണ് നമ്മൾ ഇതിന്റെ അടുത്ത ചാപ്റ്ററിൽ അങ്ങനെ നമുക്കൊരു നെക്സ്റ്റ് ചാപ്റ്റർ ആണ് പറയുന്നത്. ഒരു പ്രശ്നം അനുഭവപ്പെട്ടപ്പോൾ അതിനെതിരെ പോരാടിയ പെൺകുട്ടിയെ കുറിച്ച് പറയുന്നത് നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യും. ഇവിടെ എന്താ എഴുതാൻ പറഞ്ഞത് വെച്ചാൽ വിശകലന കുറിപ്പാണ് അല്ലെ. അപ്പൊ അതിൽ ആദ്യത്തെ ചോദ്യം, ഈ ഭാഗം നോക്കുക. ഒന്നല്ലൊരു കോടി മാവേലിമാർ എന്ന കവിത നൽകുന്ന സന്ദേശം. അത് നമ്മൾ ആശയം രൂപത്തിൽ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. ആശയത്തിൽ നമ്മൾ പറയുന്നുണ്ട് ആ കവിത നൽകുന്ന സന്ദേശം എന്താണെന്ന് നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ ഈ പാഠം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളത് പറഞ്ഞിട്ടാണല്ലോ. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതെന്ത് ചെയ്യുക, ധൈര്യപൂർവ്വം നേരിടുക, ഒത്തൊരുമിച്ച് നിന്ന് പോരാടുകയാണ്. അതാണ് മെയിൻ ആയിട്ട് ഇതിന്റെ സന്ദേശം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ വിശകലനം നോക്കാം. അതിജീവനത്തിന്റെ സന്ദേശം പകരുന്ന കവിതയാണ് ഒന്നല്ല ഒരു കോടി മാവേലിമാർ. പ്രളയകാലത്തെ തീവ്രമായ വേദനയിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ മലയാളികളുടെ ആത്മവീര്യത്തെ തൊട്ടുണർത്തുന്ന വരികളാണ് ഈ കവിതയിൽ കാണാനാവുക. ഒരു ഓണക്കാലത്തെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഓണമായിട്ട് പോലും സന്തോഷത്തോടെയും സമാധാനത്തോടു കൂടിയും ആഘോഷിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. മനുഷ്യന്റെ നീച പ്രവൃത്തികൾക്ക് പ്രകൃതി തിരിച്ചടി നൽകിയപ്പോൾ കേരളം കണ്ടത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു. പക്ഷെ അവിടെ നിന്നെല്ലാം ജനങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയാണ്. 2018 മനുഷ്യൻ നേരിട്ട വെള്ളപ്പൊക്കവും 2024 വയനാടിന്റെ മണ്ണിൽ നേരിടുന്ന ഉരുൾപൊട്ടലും
മലവെള്ളപ്പാച്ചിലും മലയാളികൾ വേദനയോടെ അതിജീവിക്കുകയായിരുന്നു. തകർന്നടിഞ്ഞ മനസ്സിൽ ബാക്കിയാക്കിയ നന്മയുടെ കിരണങ്ങളാണ് ഈ കവിതയിലൂടെ കാണാൻ സാധിക്കുക. തോളോട് തോൾ ചേർന്ന് നിന്ന് താങ്ങാകേണ്ടവർക്ക് താങ്ങായും കരുത്താകേണ്ടവർക്ക് കരുത്തായും ഉള്ളത് പങ്കുവെച്ച് മലയാളികൾ അതിജീവനത്തിന്റെ പാത തുടരുകയാണ്. ഒന്നുമല്ല മനുഷ്യർ എന്ന് ഓരോ ദിവസം അതായത് ഒന്നുമല്ല എന്നല്ല കേട്ടോ, ഇവിടെ ഇതാണ് നമ്മൾ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. എന്താണ് ഒറ്റയ്ക്കല്ല മനുഷ്യൻ, മനസ്സിലായോ? ഒന്നുമല്ല എന്നുള്ള ഒറ്റയ്ക്കല്ല എന്നാക്കും കേട്ടോ. ഇത് ഒറ്റയ്ക്കല്ല മനുഷ്യൻ എന്ന് ഓരോ ദിനവും ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഇതാണ് ഇത്രയും വളരെ ചെറിയൊരു കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റത്തെ പാഠത്തിലുള്ളത്. അപ്പൊ ഇനി നെക്സ്റ്റ് അടുത്ത 2 ചാപ്റ്റേഴ്സ് കൂടി ഉണ്ട്. ആ 2 ചാപ്റ്ററും കൂടെ കഴിയുമ്പോഴാണ് നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ആവുക. നമ്മുടെ അടിസ്ഥാന പാഠാവലി തന്നെ കംപ്ലീറ്റ് ആവും. അപ്പൊ ആ ചാപ്റ്റേഴ്സിന്റെ ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കാണുക. എല്ലാ ചോദ്യോത്തരങ്ങളുടെ ക്ലാസ്സും പാഠം വായിക്കുന്ന ക്ലാസ്സും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. താങ്ക് യു.